ഡി സതീശൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂർ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുതന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് തരത്തിലുള്ള, അതായത് ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുമ്പോൾ നേരെ വിരുദ്ധ ചേരിയിലുള്ള മറ്റൊരു വർഗീയ സംഘടനയാണ് RSS. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയും കൂട്ടുപിടിക്കുന്നു, ഭൂരിപക്ഷ വർഗീയതയും കൂട്ടുപിടിക്കുന്നു. ആ ഒരു തന്ത്രമാണ് ഈ എറണാകുളത്ത്, പ്രത്യേകിച്ച് പറവൂർ മണ്ഡലത്തിൽ ഡി സതീശൻ്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യമാണ് അത്. ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയിട്ടുള്ള സഖ്യമാണെങ്കിൽ നമുക്ക് നോക്കിയാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ പഴയ 16-ാം വാർഡ്, അവിടെ വെൽഫെയർ പാർട്ടി കോർഡിനേറ്ററായ KK നാസറാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഔദ്യോഗിക UDF സ്ഥാനാർത്ഥിയാണ്. 2020 ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ 2020 തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ 274 വോട്ട് ലഭിച്ചതാണ്. ഈ വെൽഫെയർ പാർട്ടി, ഇപ്പം നമ്മൾ സൂചിപ്പിച്ച നാസറിൻ്റെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ 271 വോട്ടും പിടിച്ചതാണ്. അപ്പോൾ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ധാരണ നമുക്ക് ഏകദേശം വ്യക്തമാണ്. രണ്ട് കൂട്ടർക്കും വോട്ടുള്ള സ്ഥലത്ത്, ഏകദേശം സമാസമം വോട്ടുള്ള സ്ഥലത്ത് ഒരു ധാരണയുണ്ടാക്കി വെൽഫെയർ പാർട്ടിയുടെ നേതാവിനെ മത്സരിപ്പിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള 271 വോട്ട് കിട്ടും. ഒപ്പം കോൺഗ്രസിൻ്റെ വോട്ടും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി സാധ്യത, അവിടെ ജയസാധ്യത ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരിക്കണം അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കാൻ കാരണം ജമാഅത്ത് ഈ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർത്തി ആ പോകുന്ന വോട്ട് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിർത്തി ഈ തെരഞ്ഞെടുപ്പ് പിടിക്കാനുള്ളൊരു നീക്കമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 9-ാം വാർഡ് ഇതേ പഞ്ചായത്തിൽ തന്നെ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സെറീന അബ്ദുൾ ജബ്ബാർ, അവരെ നമ്മൾ നേരത്തെ നാസറിൻ്റെ കാര്യം പറഞ്ഞാൽ നാസറിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമ്പോൾ ഇവിടെ സെറീന അബ്ദുൾ ജബ്ബാറിനെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുകയാണ്. കോട്ടുവള്ളി പഞ്ചായത്തിലെ 6-ാം വാർഡ്, അവിടെ 2020 വെൽഫെയർ പാർട്ടിയിൽ മത്സരിച്ച് ജയിച്ച ആളാണ് സുമയ്യ ടീച്ചർ, വെൽഫെയറിൻ്റെ നേതാവാണ്. അവർ ഇത്തവണ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ജമാഅത്ത് ഇസ്ലാമി അവിടെ കളമശ്ശേരി മണ്ഡലത്തിലെ ഒരു പ്രധാന നേതാവായ സിറാജുദ്ദീൻ UDF സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ പലയിടങ്ങളിലും ഇത്തരം ജമാഅത്ത് ഇസ്ലാമിയുമായി നീക്കുപോക്കുണ്ടാക്കിയിട്ടുണ്ട്. സമാനമായി തന്നെ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് BJP സഖ്യം, അത് ഈ പറവൂർ മണ്ഡലത്തിൽ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 1, വാർഡ് 12, വാർഡ് 30 ഈ 3 വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഇതും കോൺഗ്രസുമായിട്ടുള്ള നീക്കുപോക്കിൻ്റെ ഭാഗമാണ്. സ്ഥാനാർത്ഥികളെ നിർത്താതെ BJP സഹായിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥികൾ ഉള്ളയിടത്ത് സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയോ അല്ലെങ്കിൽ ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയോ പരസ്പര ധാരണ, അങ്ങനെ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കണക്കുകൾ പലതും വ്യക്തമാക്കുന്നത്. അത് കടമക്കുടി ഡിവിഷൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളപ്പെട്ട സംഭവം കൂടി ആ പശ്ചാത്തലത്തിൽ നമുക്കത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 20, 21, 14, 9 ഇത്രയും വാർഡുകളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഏഴിക്കര പഞ്ചായത്തിൽ 2, 3, 15, 11 വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. ചേന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലെ ചേന്ദമംഗലം ഡിവിഷനിൽ അവിടെ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1000-ലധികം വോട്ട് BJP നേടിയിരുന്നതാണ്. അവിടെ ഇത്തവണ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. 1000 വോട്ടിലധികം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത്, ഒരു ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ മത്സരിപ്പിക്കുന്നു എന്നത് തന്നെ ഒരു ധാരണയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇത് തന്നെയാണ് LDFും തുറന്നു കാണിക്കുന്നത്.